ദളപതി ആരാധകർക്കും തമിഴക രാഷ്ട്രീയത്തിനും ഒരുപോലെ ആവേശം പകരുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നായകനാകുന്ന ജനനായകൻ എന്ന ചിത്രത്തിന്റെ റീ റിലീസ് പ്രതിസന്ധികൾ ഒടുവിൽ പരിഹാരമാകുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ചില നിർണായക മാറ്റങ്ങളോടെ എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 27 വർഷത്തിനു ശേഷം എ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന വിജയ് ചിത്രമാകും ജനനായകൻ. 2002 പുറത്തിറങ്ങിയ ഭഗവതിക്ക് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. മാറ്റങ്ങളോടെയാണ് ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് സൂചന. സെൻസർ ബോർഡ് റിവ്യൂ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ CBFCയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കും. ചിത്രത്തിന്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് അടുത്ത ആഴ്ചയോടെ ഔദ്യോഗികമായി കൈമാറിയേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സെൻസർ പ്രക്രിയകൾ പൂർത്തിയായതോടെ ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് KVN പ്രൊഡക്ഷൻസ്. ജൂലൈ 24, 31 എന്നീ തീയതികളിലാണ് റിലീസിനായി പരിഗണിച്ചിട്ടുള്ളത്. സെൻസർ സർട്ടിഫിക്കേഷൻ, CBFC നിർദ്ദേശിച്ച കട്ടുകൾ എന്നിവയെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ ഒരുക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്ത്. നെടുങ്കണ്ടം മിറാക്കിൾ എന്നാണ് സിനിമയുടെ പേര്. മോഹൻലാലിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജുകളിലൂടെയാണ് ടൈറ്റിൽ പുറത്തുവിട്ടത്. ജോൺ മേരി ക്രിയേറ്റീവിന്റെ ബാനറിൽ അച്ചു ബേബി ജോൺ ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഭാവന റിലീസാണ് വിതരണം. ശ്യാം പുഷ്കരൻ, പോൾ സെൻസ്കറിയ എന്നിവർ ചേർന്നാണ് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കുന്നത്. തിരുവനന്തപുരം, ഇടുക്കി, ചെന്നൈ എന്നിവിടങ്ങളിലായിട്ടാകും സിനിമയുടെ ചിത്രീകരണം. ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മൂന്നാമത്തെ ചിത്രമാണ് നെടുങ്കണ്ടം മിറാക്കിൾ. ശ്യാം പുഷ്കരന്റെ രചനയിൽ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരം, ജോജി എന്നിവ വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രങ്ങളായിരുന്നു. മോഹൻലാലുമായി ഇവർ ഒന്നിക്കുന്ന ആദ്യ സിനിമ കൂടിയാണ് നെടുങ്കണ്ടം മിറാക്കിൾ. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡൻ ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രണയ സാഫല്യത്തിന് വേദിയായിരിക്കുകയാണ്. പ്രശസ്ത പോപ്പ് ഗായിക ടൈലർ സ്വിഫ്റ്റും അമേരിക്കൻ ഫുട്ബോൾ താരം ട്രാവിസ് കെൽസിയും ഔദ്യോഗികമായി വിവാഹിതരായി. ഹോളിവുഡ് താരം ആഡം സാൻഡ്ലർ മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ പ്രമുഖ താരങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ് ഒഴുകിയെത്തിയത്. ക്രിസ്റ്റ്യൻ ഡിയോർ ബ്രാൻഡിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഇരുവരും വിവാഹവേദിയിലെത്തിയത്. മാൻഹാട്ടനിലെ ഏറ്റവും തിരക്കേറിയ തെരുവുകൾ നിശ്ചലമാക്കിക്കൊണ്ടാണ് വ്യാഴാഴ്ച ഒരു ചെറിയ പ്രീ പാർട്ടിയുടെ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. വെള്ളിയാഴ്ച നടന്ന പ്രധാന ചടങ്ങിലേക്കുള്ള അതിഥികളുടെ വരവ് മറയ്ക്കാൻ പ്രത്യേക ടെന്റുകൾ വരെ ഒരുക്കിയിരുന്നു. ഇരുവരും വിവാഹിതരായെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ സ്റ്റേഡിയത്തിന് പുറത്തുള്ള വലിയ ഡിസ്പ്ലേയിൽ ഇരുവരുടെയും പേരുകൾ ചേർത്ത് വെച്ച് ജസ്റ്റ് ആൻഡ് ടി മാരീഡ് എന്ന് എഴുതി കാണിച്ചു. തന്റെ കരിയറിൽ ആദ്യമായാണ് ഒരു ലോക പ്രശസ്ത സെലിബ്രിറ്റിക്കായി ഡിയോറിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ജൊനാഥൻ ആൻഡേഴ്സൺ വിവാഹ വസ്ത്രം ഒരുക്കുന്നത്. ഒപ്പം ക്രിസ്റ്റ്യൻ ലുബൌട്ടിൻ ഡിസൈൻ ചെയ്ത ഷൂസുകളും കാർട്ടിയർ ആഭരണങ്ങളും കൂടിയായപ്പോൾ ടൈലർ അതീവ സുന്ദരിയായി. പോലീസിന്റെ കർശന നിയന്ത്രണങ്ങൾക്കിടയിലും 37 ഡിഗ്രി സെൽഷ്യസിലെ കടുത്ത ചൂടിനെ പോലും അവഗണിച്ച് ആയിരക്കണക്കിന് സ്വിഫ്റ്റി ആരാധകരാണ് താരത്തെ കാണാൻ തെരുവിൽ തടിച്ചുകൂടിയത്.